നല്ല ടേസ്റ്റിലൊരു വഴുതനങ്ങ കറി ആട്ടോ നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാനും പറ്റും. ഇത്രയേ നമ്മൾ ചെയ്യുള്ളൂ. ഈ ഒരു ചൂട് മതി നമ്മുടെ. ഞാൻ സ്മിത. അപ്പോൾ നമ്മുടെ പാചകത്തിലേക്ക് പോയാലോ? പോയോട്ടാ. ഇന്ന് ഞാനുണ്ടല്ലോ വളരെ എളുപ്പത്തിൽ കേട്ടോ, നാളികേരം ഒന്നും ചേർക്കാണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വഴുതനങ്ങ കറി ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാനിത് നമ്മൾ പൊട്ടിച്ചോടുന്ന വഴുതനങ്ങയെന്ന് നോക്കി ഇതേപോലെ കഷ്ണങ്ങളൊക്കെ ആയിട്ട് നമ്മളിത് നുറുക്കിയെടുത്തിട്ടുണ്ട്. കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് കറ കളഞ്ഞിട്ടായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് വെറുതെ പച്ചവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചാൽ മതി. ഒരു 10-15 മിനിറ്റ്. അത് കഴിഞ്ഞ് അതിൽ നിന്ന് നമുക്ക് ഇതേപോലെ മാറ്റിയെടുക്കാം കേട്ടാ. അപ്പൊ നമുക്കുണ്ടല്ലോ ഇതാ തീ കത്തിച്ച് ഒരു ചട്ടി നമ്മളിത് അടപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഈ ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടാ. ചട്ടി ചൂടായിട്ടാ നമ്മൾ അതിലേക്ക് നോക്കിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 4 ടീസ്പൂണിന്റെ അടുത്തേക്കായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടാ. വെളിച്ചെണ്ണ ഇതാ ചൂടായി വന്നു. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണേ. കടുക് ഇതാ പൊട്ടി തുടങ്ങി. അപ്പൊ നമ്മൾ അതിലേക്ക് നോക്കി ഒരു 1/4 ടീസ്പൂണിന്റെ അടുത്തേക്കിട്ട് ഇത്തിരി വെള്ളം നമ്മുടെ ഉലുവയാണ് ഇട്ട് കൊടുക്കണേ. ഉലുവ ഇട്ടു. ഒപ്പം തന്നെ നമുക്ക് അതിലേക്ക് 2 വറ്റമുളക് ഇട്ടാ നടുപൊട്ടിച്ച് ഇട്ട് കൊടുക്കാം, ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പില കേട്ടാ. കറിവേപ്പിലൊക്കെ ഇട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മുളകിന്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അതിലേക്ക് ഉണ്ടല്ലോ വെളുത്തുള്ളി ഇട്ടാ ഒരു 6 അല്ലി വെളുത്തുള്ളി നമ്മൾ നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊരു കളർ ഒന്ന് മാറി വരട്ടെ. വെളുത്തുള്ളിക്ക് ഇടുമ്പോ തന്നെ നല്ലൊരു മണം വരൂട്ടെ നമ്മുടെ കറിക്ക്. വെളുത്തുള്ളിയൊക്കെ ഇട്ടതാ ചെറുതായിട്ട് ഒരു കളർ കണ്ട് ഇതേപോലെ മാറി വരുന്നുള്ളൂ. അപ്പൊ നമ്മളിതാ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി അതേപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ നീളത്തിൽ അരിഞ്ഞ ഇഞ്ചി നമ്മൾ ടീസ്പൂണിന്റെ അളവ് നോക്കുകയാണെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ ഉണ്ടാവും കേട്ടാ. ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളക് ഇതേപോലെ കീറിയിട്ടിട്ടുണ്ട്. നമ്മളെ പച്ചമുളക് നല്ല നീളത്തിലുള്ളതായ കാരണം ഒരു പച്ചമുളകിനെ 3 പീസൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടാ. പച്ചമുളക് ഇട്ടതാ ഒന്ന് വഴറ്റി വരുന്നുള്ളൂ. ആ സമയത്ത് നമ്മളിതാ ഒരു 12 ഉള്ളി ഒന്നിങ്ങനെ അരിഞ്ഞിട്ടിട്ടുണ്ട്. തീരെ കനം കുറവിലല്ല, അന്ന് അത്യാവശ്യം ചെറിയൊരു കനത്തിലാണ് നമ്മൾ അരിഞ്ഞിട്ടുള്ളത്. ഇത് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടിയിട്ട് ഒന്നും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടാ. ഉള്ളിയൊക്കെ ഇട്ടിട്ട് അതേപോലെ ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഒന്ന് കളറൊന്നും അധികം മാറൊന്നും വേണ്ട കേട്ടോ, ഉള്ളിനെ വഴറ്റിയാൽ മതി. ഈ സമയത്ത് നമ്മളിത് തീ കുറച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് അതിലേക്ക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കണേ, അതായത് മുളക് പൊടി. അപ്പൊ നമ്മൾ പച്ചമുളക് ഇട്ടുണ്ട്, എരിവിനനുസരിച്ച് ഇടുക. അപ്പൊ ഞാനിതാ 1 ടീസ്പൂണും ഒരു 1/4 ടീസ്പൂണിന്റെ അടുത്തേക്കും കൂടി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മഞ്ഞപ്പൊടിയാണ് കേട്ടാ. മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി. ഈ പൊടികളിലേക്ക് ഒരു പച്ച കുത്ത് പോണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളൊക്കെ ഇട്ടിട്ട് ഒരു പച്ചകുത്ത് പോയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളുണ്ടല്ലോ നമ്മൾ നുറുക്കി കൊടുക്കുന്ന നമ്മുടെ വഴുതിരിങ്ങ ഉണ്ടല്ലോ ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ സമയത്തൊക്കെ നമ്മൾ തീ കുറവിലാണ് വെച്ച് നോക്കണേ. തീ കുറവിലിട്ടിട്ട് നമുക്ക് വഴുതിരിങ്ങനെ ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടാ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അടിയെ പിടിക്കും. കാരണം നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കണില്ല. വഴുതിനങ്ങ ഒക്കെ ഇട്ടിട്ട് നോക്കിയാ ഇതേപോലെ നമ്മൾ വഴുതിനങ്ങ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടാ. നമ്മളിത് വഴുതിനങ്ങയുടെ ഒപ്പത്തിനാണ് നമ്മളിത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇനി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് നമുക്കിതാ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഉപ്പൊക്കെ നോക്കിയിട്ട് അപ്പിട്ട് കൊടുക്കാം കേട്ടാ. ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. നന്നായിട്ട് വഴുതിനങ്ങ വെന്തോട്ടെ കേട്ടാ. വഴുതിനങ്ങയൊക്കെ ഇട്ടിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടാ. നന്നായി വെന്തോട്ടെ കേട്ടാ വഴുതിനങ്ങ. ഒന്നും കൂടി നമുക്ക് മൂടി വയ്ക്കാം. ഈ സമയത്ത് നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ. നമുക്കുണ്ടല്ലോ മൂടി ഒന്ന് തുറന്നു നോക്കാം കേട്ടാ. നമ്മൾ തീ കുറവിലല്ലേ വെച്ചിട്ടുണ്ടായിരുന്നു. നോക്കിയേ നമ്മുടെ വഴുതിനങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ മസാലയിലൊക്കെ ഇടുന്ന് നന്നായിട്ട് ഇങ്ങനെ
മസാലയൊക്കെ നമ്മുടെ വഴുതനങ്ങ പിടിച്ചിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ആക്കിയെടുക്കണം കേട്ടാ. എന്ത് വരുമ്പോ ഇതേപോലെ ഇരിക്കും. ഇനി നമ്മൾ ഇതിലേക്ക് ഉണ്ടല്ലോ അധികം കട്ടിയില്ലാത്ത തൈര് ഇതാ ഒരു 2 കപ്പിന്റെ അടുത്തേക്ക് എടുത്തിട്ടുണ്ട്. നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് ഒഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ ചട്ടി നല്ല ചൂടുണ്ട്. അപ്പൊ നമ്മൾ പിന്നീട് എന്താ പറയാ കത്തിക്ക് ഒന്നും വേണ്ട, ആ ചട്ടിയുടെ ചൂട് മതി. ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്യാണ്. കാരണം അത് കത്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് പിരിയും. ഇതില് തൈരിനാണ് പ്രാധാന്യം. നമ്മൾ വേറെ കുറെ വെള്ളം ഒഴിക്കുക ഒന്നുമില്ല. അതുകൊണ്ടാണ് അധികം പുളിയില്ലാത്ത തൈര് തന്നെ നമ്മൾ പറയണത് കേട്ടാ. ചെറിയ നമുക്ക് കഴിക്കാവുന്ന പുളി അത്രേ പാടുള്ളൂ. ഇത്രയേ നമ്മൾ ചെയ്യുള്ളൂ. ഈ ഒരു ചൂട് മതി. നമ്മുടെ കറി ഇതാ റെഡി ആയിട്ടാ. ഇന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഷായിട്ട് ഇവിടെ ഇല്ല. അപ്പോൾ നല്ല രസമുള്ള കറിയാണ്. എല്ലാവരും വെച്ച് നോക്കിയോളൂ കേട്ടോ.